ഇൻവെസ്റ്റ് യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിലെ അനാലിസിസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പല ക്ലയൻസും വരാറുണ്ട്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട്സിന്റെ ഫണ്ടൊക്കെ ചോദിച്ചുകൊണ്ട് പല കസ്റ്റമേഴ്സും വരുമ്പോൾ ഞാൻ പറയും ഞാൻ അനാലിസിസ് ചെയ്യാം, എന്നിട്ട് അതനുസരിച്ച് നമുക്ക് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ആണ്. അത് മാത്രമല്ല ആംഫി രജിസ്റ്റേർഡ് ഓഫീസറാണ്. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്, ലൈസൻസ് ഉള്ളതാണ്. സോ ഞാൻ ടോപ്പിക്കിലോട്ട് കിടക്കട്ടെ. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാൻ നേരത്ത് ഞാൻ അനാലിസിസ് ചെയ്യുമെന്ന് പറയാൻ നേരത്ത് വളരെ അതിശയകരമായി അവർ നോക്കാറുണ്ട്. കാര്യം ഒരു വിശ്വാസമുണ്ട്, മ്യൂച്വൽ ഫണ്ടില് ലാൻഡിലോ ഗോൾഡിലോ അല്ലെങ്കിൽ സിൽവറിലോ ഇൻവെസ്റ്റ് ചെയ്താൽ എന്തായാലും ഔട്ട്പുട്ട് കിട്ടുമെന്നൊരു ഒരു മിത്ത് ഉണ്ട്. പക്ഷെ അത് ശരിയല്ല. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലെ ടെക്നിക്കൽസ് ചെയ്യാറുണ്ട് അല്ലെ. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഫണ്ടമെന്റലിലെയും ടെക്നിക്കലെയും സെന്റിമെന്റലെയും ഇതെല്ലാം ചെയ്തിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ അനലൈസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ഇടുന്നത്. ഇതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സിലും ഇൻവെസ്റ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ പ്രത്യേകിച്ച് ലാൻഡില് ഗോൾഡിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ നേരത്ത് നമുക്കൊരു തോന്നലുണ്ട്, എന്താണ്, ഗ്യാരണ്ടീഡ് റിട്ടേൺ ആണെന്ന്. പക്ഷെ ഈ ഒരു തോന്നല് വളരെ വലിയ ഒരു മിസ്റ്റേക്ക് ആണ്. ഇതൊരു തെറ്റാണ്. ലാൻഡിലും ഗോൾഡിലും ഇൻവെസ്റ്റ് ചെയ്താൽ എപ്പോഴും പ്രോഫിറ്റ് കിട്ടണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇന്ന് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നേരത്ത് അനാലിസിസ് ചെയ്യണമെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് തന്നെ നമുക്കറിയാം, സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നേരത്ത് എന്തൊക്കെ പഠിക്കുന്നു. നമ്മൾ ഓൾറെഡി അറിയാം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗ്യാരണ്ടീഡ് റിട്ടേൺസ് അല്ല. അതുപോലെ തന്നെ മനസ്സിലാക്കണം, മ്യൂച്വൽ ഫണ്ട്സിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗ്യാരണ്ടീഡ് റിട്ടേൺ അല്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്തില്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് ലാൻഡും ആയിക്കോട്ടെ ഗോൾഡും ആയിക്കോട്ടെ എന്തായാലും നമ്മൾ ഒരു പ്രോഫിറ്റ് നേടാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൽ മാത്രം നോക്കിയിരുന്നാൽ നമുക്കൊരു ഗ്യാരണ്ടീഡ് റിട്ടേൺ കിട്ടില്ല. അതൊരു സത്യാവസ്ഥയായ കാര്യമാണ്. ഈ ഒരു ടോപ്പിക്ക് യൂട്യൂബിൽ തന്നെ ഉണ്ടോ എന്നറിഞ്ഞൂടാ. അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ടെക്നിക്കൽസ് ചെയ്യും അല്ലെ. അപ്പൊ ടെക്നിക്കൽസ് ചെയ്യാൻ നേരത്ത് നമ്മൾ എന്താണ് മെയിൻ ആയിട്ട് ടെക്നിക്കൽസ് ചെയ്യണം? കാൻഡിൽ സ്റ്റിക്ക്, പ്രൈസ് ആക്ഷൻ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ഫിബൊനാച്ചി, ട്രെൻഡ് ലൈൻ, പിന്നെ പാറ്റേൺസ്, ഇതൊക്കെ നമ്മൾ ചെയ്യും. പിന്നെ സെന്റിമെന്റൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വോളിയം ചെയ്യും, ഓപ്പൺ ഇൻട്രസ്റ്റ് ചെയ്യും, എക്സെട്ര എക്സെട്ര. ഫണ്ടമെന്റൽസ് ആണെങ്കിലോ നമ്മൾ ഒരു കുറച്ച് നാളത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഷെയർ ആണെങ്കിൽ നമ്മൾ പലതും ചെയ്യും. എന്താണ്? പി റേഷ്യോ, PB റേഷ്യോ, പിന്നെ എന്താ ഡിവിഡൻഡ് ഈൽഡ്, ആവറേജ്, പിന്നെ എന്താണ് ഹൈ ആൻഡ് ലോ. ഓക്കെ, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, പിന്നെ എന്താ നമ്മൾ ചെയ്യുന്നത്? ടാഗ്സ് നോക്കും, CPTR, TDP, TDR, PNL, ബാലൻസ് ഷീറ്റ്, ഇതെല്ലാം നമ്മൾ ക്യാഷ് ഫ്ലോ, പിന്നെ ഇൻകം ഷീറ്റ്, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഫൈനലി ഏതൊരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിപ്പോൾ അതിന് പകരം മ്യൂച്വൽ ഫണ്ട്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും. ആ മാനേജറാണ് നമ്മുടെ മണിയൊക്കെ മാനേജ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ആ പെർട്ടിക്കുലർ ഫണ്ടിലുള്ള കറക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിൽ പല ഷെയർസിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്താണ് മ്യൂച്വൽ ഫണ്ട്സിൽ നിന്ന് നമുക്ക് ഒരു പ്രോഫിറ്റ് കിട്ടുന്നത്. പക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഫണ്ട് ഒരു തെറ്റായ ഫണ്ട് ആണെങ്കിലോ നമ്മൾ വിചാരിച്ച പ്രോഫിറ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മ്യൂച്വൽ ഫണ്ട്സിലും നമുക്ക് അനലൈസിങ് ചെയ്യണം. അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് വിചാരിച്ച ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്? ഓക്കെ, കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫണ്ട് മാനേജർ നമ്മൾ ചെയ്യുന്ന ഫണ്ടിന്റെ മാനേജ് ചെയ്യുന്നതിന്റെ ഒപ്പം ഈ ഫണ്ട് മാനേജറെ കുറിച്ച് പറയാനാണെങ്കിൽ ഇയാൾ ഒരു എക്സ്പേർട്ട് ആയിരിക്കും, ടെക്നിക്കൽസിലും ഫണ്ടമെന്റലിലും, പിന്നെ രജിസ്റ്റേർഡ് ഓഫീസറും ആയിരിക്കും. അതിൽ നിന്നാണ് പുള്ളിക്കാരൻ ഫണ്ട്സ് ഒക്കെ കണ്ടുപിടിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഫണ്ടിന്റെ ഉള്ളിൽ ഷെയറിൽ നമ്മുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ആ ഒരു ഡൈവേഴ്സിഫിക്കേഷന്, അതായത് ആ ഒരു ഫണ്ടിന്റെ അകത്ത് എങ്ങനെ കാശ് മാനേജ് ചെയ്യുന്നു എന്നുള്ളതിന് നമുക്ക് അധികാരം ഉണ്ടാവില്ല. അത് ഫണ്ട് മാനേജറാ ഡിസൈഡ് ചെയ്യണം. നമുക്കുള്ള അധികാരം കറക്റ്റ് ആയിട്ടുള്ള ഫണ്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെ ഫണ്ട് സെലക്ട് ചെയ്യും? കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ക്ലയൻസ് വന്ന് ചോദിക്കുമ്പോൾ അവർ അന്തം വിട്ട് നിൽക്കാറുണ്ട്. ഞാൻ അനലൈസ് ചെയ്തിട്ട് ആൻസർ പറയാൻ നേരത്തെ. അപ്പൊ അനലൈസിങ് ചെയ്യാനായിട്ട് ഞാൻ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ആദ്യമേ തന്നെ ഇതിന്റെ ഒരു 3 to do അനാലിസിസ് ഉണ്ട്. ഓക്കെ, അതെന്താന്ന് ഞാനിവിടെ എഴുതി കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പോകുന്ന 3 അനാലിസിസ് വി ഷുഡ് ഡു ബിഫോർ ഇൻവെസ്റ്റിംഗ് ഇൻ മ്യൂച്വൽ ഫണ്ട്സ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ഗോൾ ബേസ്ഡ് അനാലിസിസ്. ഗോൾഡ് അല്ല, GOAL, ഗോൾ ബേസ്ഡ് അനാലിസിസ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മണി ബേസ്ഡ് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഗോൾഡ് അല്ല, ഗോൾ ആണ്, ഗോൾ ബേസ്, അതായത് നമ്മുടെ ലക്ഷ്യത്തിനെ ബേസ് ചെയ്തുള്ള അനാലിസിസ്. പിന്നെ ചെയ്യേണ്ട മണി ബേസ്ഡ്, പിന്നെ നമ്മൾ സെലക്ട് ചെയ്യണ സ്കീം ബേസ്ഡ് അനാലിസിസ്. ഇത് മൂന്നും ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് ആരും ചെയ്യാതെ ഡയറക്റ്റ് കൊണ്ട് ആരെങ്കിലും പറയണ കേട്ട് ഏതെങ്കിലും ഒരു സ്കീമിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിച്ച ഔട്ട്പുട്ട് കിട്ടില്ല. അപ്പൊ ഗോൾ ബേസ്ഡ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഫോർ എക്സാമ്പിൾ പറയണതാണ്, നമ്മൾ തൽക്കാലം MG റോഡിൽ നിന്ന് ഫോർട്ട് കൊച്ചി വരെ നിങ്ങളൊരു യാത്രക്ക് പോകണേ.
അപ്പൊ നിങ്ങൾ എങ്ങനെ MG റോഡിൽ നിന്ന് ഫോർട്ട് കൊച്ചി വരെ യാത്രക്ക് പോകും? നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. അതിനാണ് ഞങ്ങളെ പോലെയുള്ള മ്യൂച്വൽ ഫണ്ട് അഡ്വൈസേഴ്സ് ഉള്ളത്. അപ്പോൾ പോയാലും നമുക്ക് സ്ട്രെയിറ്റ് ഇങ്ങനെ ഫോർട്ട് കൊച്ചി MG റോഡിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലോട്ട് സ്ട്രെയിറ്റ് എത്താൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും MG റോഡിൽ നിന്ന് സ്ട്രെയിറ്റ് ഇങ്ങനെ ഒരു റോട്ടിൽ കൂടി പോയാൽ എത്താൻ പറ്റില്ല. നമുക്ക് ഇത്തിരി കയറ്റവും ഇറക്കവും തിരിവും വളവും ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഒരു കുറച്ച് ടൈം എടുത്ത് നമ്മൾ ട്രാഫിക്കിലൊക്കെ മുട്ടി അവസാനം നമ്മൾ ഫോർട്ട് കൊച്ചിയിലെത്തും. പക്ഷേ ഒരു അഡ്വൈസർ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ചിലപ്പോൾ MG റോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലും കറങ്ങി അവസാനം ചിലപ്പോൾ ഫോർട്ട് കൊച്ചി എന്ന സ്ഥലത്ത് എത്തുക പോലും ചെയ്യാതെ തിരിച്ച് തുടങ്ങിയെടുത്ത് തന്നെ വന്ന് നിൽക്കും. ഇതാണ് മിക്ക മ്യൂച്വൽ ഫണ്ട്സിലും ആൾക്കാർക്ക് പറ്റുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ഒരു അനലൈസിങ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്തോ, എത്ര രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്തോ, അവിടെ തന്നെ വന്ന് പ്രോഫിറ്റ് കിട്ടി അതുപോലെ തന്നെ ലോസും സംഭവിച്ച് അതുപോലെ തന്നെ വന്ന് നിൽക്കും, അല്ലെങ്കിൽ അതിലും കുറവ് കാശിൽ വന്ന് അവസാനിക്കും. ഇതാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഗോൾ ബേസ്ഡ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള പാത്തിലൂടെ. ഒരിക്കലും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഡയറക്ട്ലി പ്രോഫിറ്റ് കിട്ടുമെന്ന് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ മാറ്റിവെച്ചോ. അങ്ങനെ ഗ്യാരണ്ടീഡ് റിട്ടേൺസ് അല്ല. മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നഷ്ടം നേടിയവരുണ്ട്. പിന്നെ ഗോൾഡും ലാൻഡും എപ്പോഴും പ്രോഫിറ്റ് വരും എന്നുള്ളൊരു സങ്കല്പമുണ്ട്. അതും തെറ്റാണ്. ഗോൾഡ് പ്രൈസും ഇടിയാറും ഉണ്ട്, നഷ്ടം വരാറും ഉണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിന്റെ കൃത്യമായ സത്യാവസ്ഥ. ഓക്കെ, അപ്പോ നമുക്ക് ഒരു കറക്റ്റ് ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത്തിരി വളവും തിരിവും ഉണ്ടായാലും കറക്റ്റ് ആയിട്ട് നമുക്ക് ആ വിചാരിക്കണ പോയിന്റിൽ എത്തിത്തീരാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് മണി ബേസ്ഡ് ഇപ്പൊ പറയാൻ നേരത്തെ എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, മണി ബേസ്ഡിലെ നമ്മള് ഒരു സിനാരിയോ ഞാൻ ജസ്റ്റ് പറയണേ. നമുക്ക് 500 രൂപ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് 5 ലക്ഷം രൂപ ആക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ 500 രൂപ ഇട്ട് 5 ലക്ഷം രൂപ ആക്കാൻ പറ്റുന്ന ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മാറ്റിക്കോ. ഒരിക്കലും ഇത് സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ട്സിലോ നടക്കില്ല. ഇത് ഇംപോസിബിൾ ആയുള്ള കാര്യമാണ്. പക്ഷേ എന്താണ് പോസിബിൾ ആയിട്ടുള്ള കാര്യം? നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിൽ ഇത് ജസ്റ്റ് ഒരു അസംഷൻ ആണ്. ഈ കാൽക്കുലേഷൻ ഒന്നും കറക്റ്റ് അല്ല, ജസ്റ്റ് ഒരു അസംഷൻ ആയിട്ട് പറയണേണ്. 5,000 rupees SIP. ഓക്കെ, 5 years നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. 15% ഇൻട്രസ്റ്റില് നമുക്ക് 5 lakh എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇത് വെറും ഒരു അസംഷൻ ആണ്. പിന്നെയും ഞാൻ പറയുന്നു, ഈ കാൽക്കുലേഷൻ തെറ്റാണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്ത ഒരു കാൽക്കുലേഷൻ ആണിത്. ജസ്റ്റ് നമ്പേഴ്സേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ബാക്ക് ടു ദ ടോപ്പിക്. അപ്പോൾ 5 years നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. 5 years. ഓക്കെ, അപ്പൊ 15% ഇൻട്രസ്റ്റിൽ നമുക്ക് 5 lakh. ഇത് പോസിബിൾ ആണോ? ഓഫ് കോഴ്സ് ഇത് പോസിബിൾ ആണ്. ഓക്കെ, എന്റെ കാൽക്കുലേഷൻ തെറ്റാണ്, പിന്നെ ഞാൻ പറയുന്നു. ഓക്കെ, അപ്പോ ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഒരു ട്രിപ്പിന് പോകുകയെന്ന് വിചാരിക്കാം. ഓക്കെ, മൂന്നാർ ഒരു ട്രിപ്പിന് പോകുകയെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ എങ്ങോട്ടേക്കെങ്കിലും കൊടൈക്കനാലോ എങ്ങോട്ടേക്കുള്ള ട്രിപ്പ് പോകാമെന്ന് വിചാരിക്കാം. 5 lakh ആണ് നമുക്ക് ഇവിടെ ഗോൾ ബേസ്ഡ് അനാലിസിസിൽ നമ്മൾ MG റോഡിൽ നിന്ന് ഫോർട്ട് കൊച്ചി വരെ എത്താൻ ഇത്രയും രൂപ വേണമെന്ന് നമ്മളൊരു അനാലിസിസ് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അതിന്റെ ഉത്തരം നമുക്ക് കിട്ടിയത് 5 lakh ആണെന്ന് വിചാരിക്കാം. 5 lakh ആണ് നമുക്ക് ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കാം. ഇത് ചെയ്ത് കഴിയുമ്പോൾ ഗോൾ ബേസ്ഡ് അനാലിസിസ് കഴിഞ്ഞു. നമുക്ക് എത്ര ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ വിചാരിച്ച ഗോളിൽ എത്തും എന്നുള്ള അനാലിസിസ് കഴിഞ്ഞു. ഇനി മണി ബേസ്ഡ് അനലൈസിങ് ചെയ്യാൻ നേരത്ത് ട്രിപ്പിന് 5 ലക്ഷം വേണമെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോ അത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം? കാര്യം നമുക്കറിയാം, ട്രിപ്പിന് പോകാൻ നേരത്ത് അക്കോമഡേഷൻ വരും, ഫ്ലൈറ്റോ ട്രെയിനോ അല്ലെങ്കിൽ ബസ്സോ എങ്ങനെയാണ് പോണതെന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് വരും, പിന്നെ ഫുഡിന്റെ ചാർജസും വരും, പിന്നെ കുറച്ച് ചാർജസ് നമ്മൾ എക്സ്ട്രാ നമ്മൾ കൈ കരുതും. എന്തുകൊണ്ടാണ്? എമർജൻസി എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് കവറപ്പ് ചെയ്യാനുള്ള കാശും കൂടി നമ്മൾ കൈ കരുതും. അങ്ങനെ അതെല്ലാം കൂടി കൂട്ടിയാണ് നമ്മൾ 5 lakh എന്ന് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മ്യൂച്വൽ ഫണ്ട്സിലും ഇങ്ങനെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നേരത്ത് ആദ്യമേ തന്നെ നമ്മൾ ഒരു ഇടിവ് വന്നാലുള്ള കവറപ്പ് ചെയ്യാനുള്ള ക്യാപിറ്റൽ ഉണ്ടോ എന്ന് നോക്കണം. ഒരു വളവ്, ഇപ്പൊ അതാ ഞാൻ പറഞ്ഞത്, സ്ട്രൈറ്റ് ആയിട്ട് പോകണമെന്നില്ല, ഒരു ചെറിയ വളവും തിരിവൊക്കെ വന്നാലും കറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ക്യാപിറ്റൽ ഉണ്ടോ എന്ന് നോക്കണം. ആ ക്യാപിറ്റല് 5 lakh ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള മിനിമം ടൈം സ്പാൻ ഉണ്ടോ എന്ന് നോക്കണം. അതിന് പറ്റിയ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് നോക്കണം. ഇത്രയും നോക്കി കഴിയുമ്പോൾ നമ്മുടെ മണി ബേസ്ഡ് കാൽക്കുലേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ കയറുന്നത് അടുത്ത കാൽക്കുലേഷനിലേക്കാണ്, സ്കീം ബേസ്ഡ്. ഓക്കെ, സ്കീം ബേസ്ഡ് നമ്മൾ ഏത് ഫണ്ട് സെലക്ട് ചെയ്യും അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ നമുക്ക് ഇവിടെയും നോക്കാനുണ്ട്. നമുക്ക് 2 തരം മെയിൻ ഫണ്ട്സ് ഉണ്ട്. ഓക്കെ, ഒന്ന് ഡെപ്റ്റ് ഫണ്ടും പിന്നെ ഇൻഡെക്സും. ഈ ഡെപ്റ്റിൽ തന്നെ കോർപ്പറേറ്റ് ഉണ്ട്, ബോൺസ് ഉണ്ട്, അങ്ങനെ പലതരം ഉണ്ട്. ഒരെണ്ണം ഞാൻ എഴുതാം ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട്. കോർപ്പറേറ്റ് ബോൺസ് ഉണ്ട്, പിന്നെ എന്തിട്ടാണ് വെറുതെ ജസ്റ്റ് ഇട്ടു പോകുന്ന ഫണ്ട്സ് ഉണ്ട്, ലൈക്ക് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത ഫണ്ട്സ് ഉണ്ട്. അതേസമയം ഇത് കൂടാതെ ഇൻഡെക്സ് ഫണ്ട്സും ഉണ്ട്. ഇൻഡെക്സ് ഫണ്ട്സ് എന്ന് വെച്ചാൽ 3 തരത്തിലാണ് ഇൻഡെക്സ് ഫണ്ട്സ് കവറപ്പ് ചെയ്യുന്നത്. ലാർജ്,
മിഡ്, സ്മോൾ. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒന്ന്. ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ആയിട്ട് 3 തരത്തിലാണ് ഇൻഡെക്സ് ഫണ്ട്സ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഒന്നും കൂടി പറയാം, ലാർജ്, മിഡ്, സ്മോൾ. എന്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് മനസ്സിലായേക്കുന്നത് ലാർജ് ക്യാപ് ഫണ്ട്സ് എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പെർസെന്റേജ് 15% തരുന്ന ഫണ്ട്സ് ഉണ്ട്, 30% തരുന്ന ഫണ്ട്സ് ഉണ്ട്. ഇതിന്റെയൊക്കെ ഇൻ ഡീറ്റെയിൽ അനാലിസിസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ ഇത് ഡാറ്റ അനുസരിച്ച് ഞാൻ അടുത്ത ഹോളിഡേ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതില് നമ്മളിപ്പോ ചെയ്ത സ്കീം ബേസ്ഡ് അനാലിസിസിൽ നമുക്ക് മനസ്സിലായി മിഡ് ക്യാപ്പിൽ വിചാരിച്ച പോലെ നമുക്ക് റിട്ടേൺ കിട്ടില്ല, സ്മോൾ ക്യാപ്പിലും വിചാരിച്ച പോലെ റിട്ടേൺ കിട്ടില്ല, പക്ഷെ ലാർജ് ക്യാപ്പിലാണ് ഏറ്റവും നല്ല റിട്ടേൺ കിട്ടുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ചെയ്യേണ്ട സ്കീം ബേസ്ഡ് അനാലിസിസ്, അതായത് ലാർജ് ക്യാപ് ഫണ്ട് എ വാങ്ങണോ അല്ലെങ്കിൽ ലാർജ് ക്യാപ് ഫണ്ട് ബി വാങ്ങണോ. 3 തരം ലാർജ് ക്യാപ് ഫണ്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ലാർജ് ക്യാപ് ഫണ്ട് സി വാങ്ങണം. ഇതിന്റെ അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആയില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് അനാലിസിസ് തെറ്റായി പോകും. ഓക്കെ, അപ്പൊ ഇതിന്റെ പാർട്ട് 2 വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഈ ലാർജ് ക്യാപ് ഫണ്ടിന്റെ അനാലിസിസ് നമ്മൾ എങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഗോൾ ബേസ്ഡ് അനാലിസിസ് ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പാണ്. പിന്നെ ചെയ്യേണ്ട സെക്കൻഡ് സ്റ്റെപ്പ് മണി ബേസ്ഡ് അനാലിസിസ് ആണ്. പിന്നെ ഏറ്റവും തേർഡ് ലെവലിൽ മാത്രമേ ഏത് സ്കീമാണ് സെലക്ട് ചെയ്യേണ്ടത് വരുള്ളൂ. അപ്പൊ ആദ്യത്തെ ഗോൾ ബേസ്ഡ് അനാലിസിസ് തെറ്റിപ്പോയാൽ ഈ പിന്നെ വരുന്ന മണി ബേസ്ഡും സ്കീം ബേസ്ഡും നമ്മൾ അനലൈസ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തേക്കുള്ള വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ഇൻഫോർമേറ്ററി വീഡിയോസ് വേണമെങ്കിൽ ദയവേത് കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ. ഞാൻ എപ്പോഴും ഇതുപോലെയുള്ള ഇൻഫോർമേഷൻസ് തരാൻ സന്തോഷമേ ഉള്ളൂ. ഞാൻ അപ്പോൾ ഒരു സെബി രജിസ്റ്റേർഡ് ഓഫീസർ അല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന അനാലിസിസ് എന്റെ എക്സ്പീരിയൻസും ടെക്നിക്കൽ അനാലിസിസ് തിയറിയും പ്ലസ് മാർക്കറ്റ് ന്യൂസ് അപ്ഡേറ്റ്സും കമ്പൈൻ ചെയ്ത് പറയുന്ന അനാലിസിസ് ആണ്. അത് 100% കറക്റ്റ് ആണോ എന്നില്ല, എനിക്കും തെറ്റുപറ്റാം. പിന്നെ ഞാൻ ഒരു സ്റ്റോക്കോ കമ്പനിയോ ഒരു സ്റ്റോക്ക് ബ്രോക്കറെയോ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈ വീഡിയോ കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. ഇതിനകത്ത് എന്റെ ചാനലിൽ ഞാൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് വഴി ഏത് മെയിൻ ആയിട്ടുള്ള ഇൻഡെക്സസ് ലൈക്ക് നിഫ്റ്റി 50, ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എങ്ങനെ നമുക്ക് അനാലിസിസ് ചെയ്യാമെന്ന് വരച്ച് അനലൈസ് ചെയ്ത് പഠിപ്പിക്കുന്ന ചാനലാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് ഓഫീസറോടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ താങ്ക് യു, ബൈ. നാളെ 9 മണിക്കും 10:30ക്കും ഇടയിൽ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ഫണ്ട്സ് ഒറയിൽ നിന്ന് വിടാം. താങ്ക് യു, ബൈ. ഹാവ് എ നൈസ് ഡേ.